പോലീസ് സംവിധാനത്തിൽ എത്രത്തോളം പ്രശ്നങ്ങൾ, പിഴവുകൾ, പുഴുക്കുത്തുകളുണ്ട് എന്ന് അദ്ദേഹം തുറന്നു കാട്ടുകയാണ്. പക്ഷെ അതിന് ഒരു രാജി വേണ്ടി വന്നു. സിസ്റ്റം വിചാരിച്ചാൽ ഒരാളെ ഏത് നിലക്കും എവിടെ എത്ര താഴേക്ക് വേണമെങ്കിലും എത്തിക്കാം എന്നുള്ളതിന്റെ തെളിവാണ് താൻ എന്ന് പറയുന്നു ശ്രീജിത്ത്. അതിന് പോലീസിലെ മേലുദ്യോഗസ്ഥർ അദ്ദേഹത്തിൽ സമ്മർദ്ദം ചെലുത്തി. CPM നേതാക്കൾ ഈ കേസിൽ നിന്ന് പിന്നോട്ട് പോകണം, പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് പിന്നോട്ട് പോകണം എന്ന് പറഞ്ഞു. പക്ഷെ എന്നിട്ടും അദ്ദേഹം പിന്മാറിയില്ല. അപ്പോൾ അതിന്റെ വിശദാംശങ്ങളിൽ ശ്രീജിത്തിന്റെ ഈ വെളിപ്പെടുത്തൽ എത്രമാത്രം ഗൗരവതരമാണ്, അതിന്റെ വിശദാംശങ്ങളാണ് നമ്മൾ ഇനി പരിശോധിക്കുന്നത്. ശ്രീജിത്തുമായി ഇന്റർവ്യൂ നടത്തിയ ലിജോ റോളൻസ് ഞങ്ങളുടെ പ്രതിനിധി തത്സമയം ചേരുന്നു. ലിജോ, ശ്രീജിത്ത് പറയുകയാണ് ആ സിസ്റ്റം, അപ്പോൾ തന്നെ താനൊരു പരാതി നൽകിയപ്പോൾ ഏതെല്ലാം രീതിയിൽ തനിക്ക് പീഡനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നു, ആ പരാതി പിൻവലിക്കാൻ ഏതൊക്കെ ഭാഗങ്ങളിൽ നിന്ന് സമ്മർദ്ദമുണ്ടായി എന്നതെല്ലാം തുറന്ന് വെളിപ്പെടുത്തുകയാണ് ശ്രീജിത്ത്. അപ്പോൾ ശ്രീജിത്ത് ഈ നിയമ നടപടിയുമായി തന്നെ മുന്നോട്ട് പോകാൻ തീരുമാനിക്കുന്നു. അതിന് എത്ര വലിയ വെല്ലുവിളികൾ ഉണ്ടായാലും അതെല്ലാം തരണം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്നു. അപ്പോൾ ഏതെല്ലാം നിലയ്ക്ക് പുതിയ വെളിപ്പെടുത്തൽ CPM-നെ അല്ലെങ്കിൽ തൻ്റെ മേലുദ്യോഗസ്ഥരെ, ഒരുപക്ഷെ ADGP ആയിരുന്ന മുൻ ADGP അടക്കം എത്ര കണ്ട് കുരുക്കിലാക്കുന്ന, പ്രതിക്കൂട്ടിലാക്കുന്ന നിർണായകമായ മൊഴിയും വെളിപ്പെടുത്തലുമാണ് ഇപ്പോൾ ശ്രീജിത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. സൈഫുദ്ദീൻ, 2023 ഡിസംബർ 23 വരെ മലപ്പുറം ജില്ലയിലെ പെരുമ്പടമ്പ് സ്റ്റേഷനിലെ SI ആയിട്ടുണ്ടായിരുന്ന ശ്രീജിത്തിന്റെ ഭാഗത്തു നിന്നാണ് ഒരു വെളിപ്പെടുത്തൽ വരുന്നത്. അതായത് സിസ്റ്റത്തിന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വന്ന ഒരാൾ തന്നെ ഇത്തരത്തിലുള്ള ഗൗരവതരമായ കാര്യങ്ങൾ പുറം ലോകത്തെ അറിയിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ശ്രീജിത്തിന്റെ ഈ കാര്യത്തിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്. ശ്രീജിത്ത് ചെയ്ത ഏക തെറ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ശ്രീജിത്ത് ചെയ്ത ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത്, മലപ്പുറം SP-യുടെ ക്യാമ്പ് ഓഫീസിൽ നിന്നും മരം മുറിച്ച് കടത്തി അത് ഫർണിച്ചറാക്കി മാറ്റി എന്നുള്ള ഒരു പരാതി നൽകിയാണ്. തുടർന്ന് വന്ന SP-ക്ക് ഒരു പരാതി നൽകി എന്നുള്ളത് മാത്രമാണ് ശ്രീജിത്ത് ചെയ്ത ഒരേ ഒരു കാര്യം. അതിന്റെ ഭാഗമായി ഏകദേശം 2 വർഷത്തോളമായി 2023 ഡിസംബർ മുതൽ സസ്പെൻഷനിൽ തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനാണ് കഴിഞ്ഞ ദിവസം 4-ാം തീയതി സർവീസിൽ നിന്നും രാജിവെച്ചുകൊണ്ടുള്ള ഒരു കത്ത് SHO മുഖാന്തരം DGP-ക്ക് കൈമാറി. അതിന് പിന്നാലെയുള്ള ആദ്യ പ്രതികരണമാണ് മീഡിയ വണ്ണിനോട് ശ്രീജിത്ത് നടത്തിയിരിക്കുന്നത്. ശ്രീജിത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, അതായത് പലപ്പോഴായി മീഡിയ വൺ ഉൾപ്പെടെ വാർത്ത നൽകിയതായിരുന്നു മലപ്പുറവുമായി ബന്ധപ്പെട്ട്. അതായത് മലപ്പുറത്തെ ഫോക്കസ് ചെയ്തുകൊണ്ട് ഒരു കോക്കസ് പ്രവർത്തിക്കുന്നു എന്ന് പറയുന്ന കാര്യങ്ങൾ, അതിനെ ഒരു സ്വർണ്ണക്കടത്തിന്റെയും ഒപ്പം തന്നെ പല ഭീകരപ്രവർത്തനത്തിന്റെയും ഒരു കേന്ദ്രമാക്കി മാറ്റാൻ നടക്കുന്നു എന്നുള്ള ഒരു കാര്യങ്ങൾ നേരത്തെ തന്നെ പറയുന്നപ്പോൾ അത് അടിവരയിട്ട് പറയുന്ന കാര്യം ഒരു സിസ്റ്റത്തിനുള്ളിൽ നിന്നുകൊണ്ട് കുറച്ച് ആളുകൾ ഒരു കോക്കസ് ചേർന്നുകൊണ്ട് പ്രവർത്തിക്കുന്നുണ്ട്, ഇത്തരത്തിൽ മലപ്പുറത്തെ മോശമാക്കി കാണിക്കാനുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നു എന്ന് പറയുന്നു. മാത്രവുമല്ല, അവിടെ സൈഫുദ്ദീൻ ചോദിച്ചതുപോലെ തന്നെ അതിൽ പ്രതിക്കൂട്ടിൽ നിർത്തുന്നതെന്ന് പറയുന്നത് SP ആണ്, ADGP ആണ്. മാത്രമല്ല, സർക്കാരിനെ പോലും പ്രതിക്കൂട്ടിൽ നിർത്തുന്ന രീതിയിലുള്ള വെളിപ്പെടുത്തലുകളാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. അതായത് പരാതി പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള കാര്യം, ഇയാളുടെ സസ്പെൻഷനിലേക്ക് നയിച്ച കാര്യങ്ങൾ എന്ന് പറഞ്ഞ് പുറത്തു വന്നിരുന്നത് ഈ സ്വർണ്ണക്കടത്ത് സംഘവുമായി ബന്ധമുണ്ട് എന്ന് ആരോപിച്ചുകൊണ്ടായെന്നുള്ള കാര്യമായിരുന്നു നേരത്തെയൊക്കെ തന്നെ പുറത്തു വന്നിരുന്നത്. പക്ഷേ സസ്പെൻഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇയാൾക്ക് ലഭിച്ച മെമ്മോയിൽ അക്കാര്യങ്ങളൊന്നുമല്ല വിശദമായി പറഞ്ഞിരിക്കുന്നത്. ഈ കസ്റ്റഡിയിൽ മരിച്ച ജിഫ്രിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ടായിരുന്നു സസ്പെൻഷനിലേക്ക് പോയത്. പക്ഷേ പുറത്തേക്ക് വന്ന് തന്നെ ഒരു രാജ്യവിരുദ്ധക്കാരനാക്കിയും ഒപ്പം മോശക്കാരനാക്കാനുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നു എന്നുള്ള കാര്യമാണ് പറയുന്നത്. ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട ചില സുപ്രധാന കാര്യങ്ങൾ ശ്രീജിത്തിന്റെ ഭാഗത്തു നിന്ന് വരുന്നു. അതായത് രാജ്യത്ത് ഒരുപക്ഷെ വേറെ ഒരു എയർപോർട്ടിലും ഇത്തരത്തിൽ നടക്കുന്നുണ്ടായില്ല. പോലീസ് നേരിട്ട് എയർപോർട്ടിനുള്ളിലേക്ക് എത്തി അവിടെ നിന്നും സ്വർണം പിടികൂടുന്ന ഒരു രീതി. അതിൽ 99%, 150 കേസുകളോളം രജിസ്റ്റർ ചെയ്യപ്പെട്ടതിൽ 99% കേസുകളും എടുത്തിരിക്കുന്നത് അവിടെ സുജിത് ദാസ് SP ആയിരുന്ന സമയത്താണ്. അതായത് പലതവണ കസ്റ്റംസ് വാൺ ചെയ്തിരുന്നു, ഇനി അങ്ങോട്ടേക്ക് വന്ന് ഇത്തരത്തിൽ ചെയ്യരുത്, ആദ്യം കസ്റ്റംസിന്റെ ഒരു അധികാര പരിധിയിലേക്ക് കൈ കടത്തിക്കൊണ്ടുള്ള അറസ്റ്റ് പാടില്ല എന്ന് അറിയിച്ചിട്ട് അതിന് പോലും തയ്യാറാകാതെ SP-യുടെ നേതൃത്വത്തിൽ പിടികൂടുകയുണ്ടായി. പക്ഷേ അത് പലതരത്തിൽ സർക്കാർ, അതായത് കേന്ദ്ര സർക്കാരിലേക്ക് വരേണ്ട നികുതി പണം ഉൾപ്പെടെ കുറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് നയിച്ചു എന്നുള്ള ഒരു കാര്യമാണ് പറയുന്നത്. പിന്നെ അൻവറുമായുള്ള ഫോൺ സംഭാഷണവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ശ്രീജിത്ത് പറയുന്നുണ്ട്. അതിൽ സുജിത് ദാസ് പറയുന്നുണ്ട്, ശ്രീജിത്ത് ഒരു ലോ പ്രൊഫൈലാണ്, അത് തനിക്ക് മാനേജ് ചെയ്യാൻ കഴിയും. പക്ഷേ അൻവർ മുന്നോട്ട് പോയാൽ അത് തനിക്ക് കുരുക്കായി മാറുമെന്ന് ശ്രീജിത്ത് മനസ്സിലാക്കുകയും ഇത്തരത്തിൽ ഒരു SI ആദ്യം പരാതി നൽകുന്നു, അത് അൻവർ ഏറ്റെടുക്കുന്നു. അത് കാരണം മുന്നണിക്കുള്ളിൽ പോലും പ്രശ്നങ്ങളുണ്ടായി. അൻവറിന് അവിടെ നിന്ന് മാറി MLA സ്ഥാനം രാജിവെക്കേണ്ടി വരികയെന്ന ഒരു സാഹചര്യം ഉൾപ്പെടെ ഉണ്ടായി.
മാത്രമല്ല ഈ പരാതിയുമായി മുന്നോട്ട് പോയപ്പോൾ ഉന്നത ഉദ്യോഗസ്ഥരും മാത്രമല്ല മലപ്പുറം ജില്ലയിലെ CPMന്റെ ജില്ലാ നേതാക്കൾ ഉൾപ്പെടെ ശ്രീജിത്തിനെ ബന്ധപ്പെട്ട് പരാതിയുമായി മുന്നോട്ട് പോകരുത്, സർക്കാരിനെ അത് മോശമായി ബാധിക്കുമെന്നുള്ള ഒരു കാര്യമൊക്കെ അറിയിച്ചു. പക്ഷേ ശ്രീജിത്ത് പറഞ്ഞ കാര്യം ഇത് എന്തുകൊണ്ട് തന്നെ പുറത്തായി കാര്യം കാലം അല്ലെങ്കിൽ തന്റെ മക്കൾ തന്നെ അടയാളപ്പെടുത്താൻ പോകുന്നത് ഒരുപക്ഷെ വലിയൊരു തെറ്റുകാരനായിരിക്കും, അതുകൊണ്ട് സത്യം പുറത്തേക്ക് കൊണ്ടുവരണം എന്നുള്ള കാര്യമാണ് ആവശ്യപ്പെട്ടത്. പലതരത്തിൽ 6 മാസം കൂടുമ്പോൾ PR വീണ്ടും നൽകിക്കൊണ്ട് സസ്പെൻഷൻ നീട്ടി പോവുകയാണ്. അപ്പോൾ ഇനി അത്തരത്തിൽ അവിടെ പിടിച്ചു നിൽക്കാൻ തനിക്ക് കഴിയുന്നില്ല എന്ന് പറയുന്നു. നിയമ പോരാട്ടം തുടരും. അത് തന്നെയാണ് അവസാനം ശ്രീജിത്ത് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. കോടതിയുടെ മേൽനോട്ടത്തിൽ കഴിയുമെങ്കിൽ ഈ മരമുറിയുമായി ബന്ധപ്പെട്ട് ഒരുപക്ഷെ ആ മരമുറി 1 ലക്ഷം രൂപയ്ക്കകത്തൊക്കെ മരത്തിന്റെ വില നിന്നാലും സർക്കാരിന്റെ സ്വത്ത് കളവ് പോയിട്ടുണ്ട്. അതിൽ കൃത്യമായ അന്വേഷണം നടക്കണം. അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് നിയമ പോരാട്ടം എന്നുള്ള കാര്യമാണ്